നമസ്കാരം. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം പെട്ടെന്ന് നിലച്ചു പോവുകയും അതുവഴി തന്നെ മസ്തിഷ്ക കോശങ്ങൾക്ക് നാശം സംഭവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ ബ്രെയിൻ അറ്റാക്ക് എന്നുള്ളത്, അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് നമ്മൾ ആയുർവേദത്തിൽ പറയും. ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ മുൻകൂട്ടി വളരെ പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷണങ്ങൾ കാണിച്ചു തരും. ഇത് നേരത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ആളെ എത്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു റീകവറി സാധ്യമാവും. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യേണ്ട ഒരു വിഷയം കൂടെയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഡോക്ടർ സജിത ദേജിൻ. ഇതിൽ നമുക്ക് ഈ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഏതാണ് എന്ന് അറിയുന്നതാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. അവയർനെസ് കൊടുക്കുന്ന സമയത്ത് പറയുന്ന ഒരു ന്യൂമോണിക് ഉണ്ട്, ബി ഫാസ്റ്റ് എന്നുള്ളത്. അതിൽ ബി എന്നുള്ളത് ബാലൻസ് ആണ്. ബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നടക്കുന്ന സമയത്ത് ചിലപ്പം ബാലൻസ് തെറ്റുന്നത് പോലെ അവസ്ഥ, മുന്നോട്ടായുന്നത് പോലെ, ശരിയായിട്ട് നടക്കാൻ കഴിയാതെ വേച്ച് നടക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാം. അതുപോലെ ഇ എന്ന് പറയുന്നത് ഐ പ്രോബ്ലം ആണ്. അല്ലെങ്കിൽ ചില സമയത്ത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു പിക്ചറോ ഒക്കെ ആണെങ്കിലും രണ്ടായിട്ട് കാണുന്നതോ, അല്ലെങ്കിൽ കണ്ണിൽ ഇരുട്ട് മൂടിക്കഴിഞ്ഞിട്ട് ഒരു കണ്ണ് മുഴുവനായിട്ട് കാണാൻ പറ്റാതെ വരികയോ, ഇങ്ങനെ വിഷനിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടും. അല്ലെങ്കിൽ തലയ്ക്ക് പുറകു വശത്തായിട്ട് നല്ല അസഹ്യമായിട്ടുള്ള വേദന അനുഭവപ്പെടും. ഇങ്ങനെയുള്ള കണ്ണിന് വരുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഫാസ്റ്റ് എഫ് എന്ന് പറയുന്നത് ഫേഷ്യൽ ഡ്രൂപ്പിംഗ് ആണ്. സാധാരണ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് വ്യക്തിയോടൊന്ന് ചിരിക്കാൻ പറയുകയാണെങ്കിൽ ചിരിക്കുന്ന സമയത്ത് മുഖമൊക്കെ തന്നെ കോടി പോകുന്നതായിട്ട് കാണാം. ഇങ്ങനെയുള്ള അവസ്ഥയുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ആം എന്നുള്ളതാണ്, ആം ഡ്രിഫ്റ്റിംഗ് എന്ന് പറയും. ഒരു 10 സെക്കൻഡ് വരെയൊക്കെ തന്നെ നമ്മുടെ 2 കൈകളും ഇതുപോലെ ഇങ്ങനെയൊന്ന് ആ ഒരു പൊസിഷനിൽ തന്നെ നിർത്താൻ പറയുക. പക്ഷേ അത്തരം ബുദ്ധിമുട്ടുകളുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൂപ്പ് ഔട്ട് അല്ലെങ്കിൽ താഴേക്ക് തന്നെ ഡ്രിഫ്റ്റ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി എസ് എന്ന് പറയുന്നത് സ്ലറിങ് ഓഫ് സ്പീച്ചാണ്. നമുക്ക് ശരിയായിട്ട് എന്തെങ്കിലും ചെറിയൊരു കാര്യമെങ്കിലും സംസാരിക്കാൻ ആവശ്യപ്പെടുക, അപ്പോൾ ശരിയായിട്ട് സംസാരിക്കാൻ പറ്റാതെ വരിക, വാക്കുകൾക്ക് അവ്യക്തമായിട്ടുള്ള വാക്കുകളായിരിക്കും, അല്ലെങ്കിൽ തന്നെ ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു കൺഫ്യൂഷൻ ഉള്ള പോലെയോ. അങ്ങനെ ശരിയായിട്ട് നമുക്ക് സംസാരം മനസ്സിലാവാത്തൊരവസ്ഥയൊക്കെ വരുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സമയം എന്നുള്ളത്. വളരെ പെട്ടെന്ന് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റിസ്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പൊതുജനങ്ങളുടെ അറിവിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എപ്പോഴും തന്നെ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു അവയർനെസ് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് 2 രീതിയിലുണ്ട്. തലച്ചോറിലേക്കുള്ള രക്തധമനികളിൽ കട്ട പിടിച്ച് ശരിയായിട്ട് രക്തപ്രവാഹം നടക്കാതെ വരുമ്പോഴുണ്ടാകുന്ന ഇസ്കീമിക് ആയിട്ടുള്ള സ്ട്രോക്ക് ഉണ്ട്. അതല്ലാതെ തന്നെ നമുക്ക് ഇത്തരം രക്തധമനികൾ പൊട്ടി രക്തം പുറത്തേക്ക് ഒഴുകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിൽ ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയും. ഈ അവസ്ഥയിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ആവശ്യമാണ്. ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകളിൽ ഇത് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഹൈപ്പർ ടെൻഷൻ മാത്രമല്ല, ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഇതിനുണ്ട്. അതിൽ ബ്ലഡ് പ്രഷർ എപ്പോഴും നോർമൽ അല്ലാതെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു 140/90 കൂടുതൽ, അത് സിസ്റ്റോളിക്കോ ഡയസ്റ്റോളിക്കോ മാറുന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു 141 ഒക്കെ ആവുകയാണെങ്കിലും ഒരു ശ്രദ്ധ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് തുടക്കത്തിലെ. ഇനി അല്ലെങ്കിൽ കറക്റ്റ് നോർമലായിട്ട് നമുക്ക് 120/80 തന്നെ ചിലപ്പോൾ കിട്ടണമെന്നില്ല. 140/90 വരെയെങ്കിലും ആണ് മാക്സിമം പോകാൻ പാടുള്ളൂ. കൊളസ്ട്രോളോ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളാണോ, അല്ലെങ്കിൽ സ്ട്രെസ് അധികമായിട്ടുണ്ട്, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരുവിധം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു കാരണമായിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ ഉപയോഗമായാലോ സ്മോക്കിംഗ് ഒക്കെ ഇതിനൊരു പ്രശ്നമായിട്ട് വരാറുണ്ട്. ഇനി അതുപോലെ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള വാർണിംഗ് സൈനുകൾ, ചില സമയത്ത് ശരീരത്തിന് പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ പെട്ടെന്നൊരു തരിപ്പും മരവിപ്പും ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന രീതിയിൽ തോന്നി ഒരു സൈഡൊക്കെ തളരുന്നത് പോലെ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉടനടി ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിൽ തന്നെ ഡാഷ് ഡയറ്റ് എന്നുള്ളൊരു കാര്യമുണ്ട്. അതെന്താണ്? അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഹൃദയ ആരോഗ്യത്തിനും അല്ലെങ്കിൽ ഇതുപോലെ മസ്തിഷ്ക ആരോഗ്യത്തിനും ഒക്കെ തന്നെ വളരെ നല്ല ഒരു ഡയറ്റാണ് ഡാഷ് ഡയറ്റ് എന്നുള്ളത്. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ ഇതെന്താണ്, എന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ളത്
എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം. ഒരാൾക്ക് ഗ്രനോള, പോപ്കോൺ, ബ്രൗൺ റൈസ്, ഗോതമ്പ്, പാസ്ത, ക്യുനോവ, മൾട്ടിഗ്രെയിൻ ബ്രെഡ്, ഓട്സ് ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ പച്ചക്കറിയിലാണെങ്കിൽ കുക്കുംബർ, ബെൽ പേപ്പർ, മധുരക്കിഴങ്ങ്, ബ്രൊക്കോളി, മിക്സ്ഡ് ആയിട്ടുള്ള പച്ചിലകൾ ഏതായാലും തന്നെ, ക്യാരറ്റ്, സെലറി, പഴങ്ങളാണെങ്കിൽ മാതള നാരങ്ങ, വാഴപ്പഴം, ആപ്പിൾ, പിയേഴ്സ്, അവോക്കേഡോ, സ്ട്രോബെറി, റാസ്ബെറി, ഇങ്ങനെ നട്ട്സിൽ ബദാം, വാൾനട്ട്, പിസ്ത, മത്തങ്ങ വിത്ത്, സൂര്യകാന്തി വിത്ത്, അല്ലെങ്കിൽ മുട്ട, ഓട്സ്, ഗോതമ്പ്, ടോസ്റ്റ്, തൈര് ചേർത്ത പഴങ്ങൾ, പച്ചക്കറികൾ ഇങ്ങനെയുള്ള എല്ലാം തന്നെ നമുക്ക് ഡാഷ് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സോഡിയം പരിമിതപ്പെടുത്തിയിട്ടുള്ള ആഹാരമായിരിക്കണം. സോഡിയം ശരീരത്തിൽ ഉയർന്ന അളവിൽ ദ്രാവകം കെട്ടി നിൽക്കുന്നതിനുള്ള ഒരു കാരണമാകും. ഇതാണ് രക്തസമ്മർദ്ദം കൂട്ടാൻ സഹായിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ എപ്പോഴും ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കൊഴുപ്പും പഞ്ചസാരയും ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പരിമിതപ്പെടുത്തുക തന്നെ വേണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും അല്ലെങ്കിൽ ഹൃദയ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സമീകൃത ആഹാര പദ്ധതിയാണ് ഈ ഡാഷ് ഡയറ്റ് എന്നുള്ളത്. പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, ഫൈബർ, പ്രോട്ടീൻ ഇവ കൂടുതലുള്ള വിവിധ പോഷക സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ ഡയറ്റ്. അതേസമയം തന്നെ ഇത്തരം അനാരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പോ സോഡിയോ പഞ്ചസാര അവയൊക്കെ പരിമിതപ്പെടുത്തുന്നതൊക്കെ കാരണം നമുക്ക് ഹൃദ്രോഗം, പക്ഷാഘാതം, മറ്റു അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി വളരെ മെലിഞ്ഞ പ്രോട്ടീനുകളും അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകളൊക്കെ നമുക്ക് പറ്റും ഡാഷ് ഡയറ്റിൽ. ചിക്കൻ, ടർക്കി, മത്സ്യം, ബീൻസ്, നട്ട്സ് അത്തരം ഇതൊക്കെ നമുക്ക് കഴിക്കാം. കാരണം ഇതൊക്കെ ആരോഗ്യകരമായ കൊഴുപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ പേശികളുടെയും ടിഷ്യൂവിൻ്റെയും ഒക്കെ അറ്റകുറ്റപ്പണികൾക്കൊക്കെ ആവശ്യമായ പോഷകങ്ങളും ഇത് നൽകുന്നുണ്ട്. കൂടാതെ ഒലീവ് ഓയിൽ, അവോക്കേഡോ, നട്ട്സ് ഇതൊക്കെ തന്നെ കഴിക്കാം. കൊഴുപ്പ് നീക്കിയിട്ടുള്ള പാലോ തൈര് അങ്ങനെയുള്ളതൊക്കെ കൊഴുപ്പ് കുറഞ്ഞ രീതിയിൽ കഴിക്കാം. ഇനി അതുപോലെ വാൽനട്ടും ഒക്കെ ബദാമും ഒക്കെ നല്ലതാണ്. ആരോഗ്യപരമായ കൊഴുപ്പിലാണ് നമ്മൾ ഇത്തരം സാൽമൺ പോലുള്ള മത്സ്യം ഒക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ചുവന്ന മാംസം ഉണ്ടല്ലോ, റെഡ് മീറ്റ്, ഇതിൻ്റെയൊക്കെ തന്നെ ഒരു ഉപയോഗം കുറയ്ക്കുന്നത്, കാരണം അതിൽ പൂരിത കൊഴുപ്പൊക്കെ കൂടുതലായതുകൊണ്ട് അത് കുറയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കൂടുതലും നമ്മുടെ മധുരം അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പതിവായിട്ട് വ്യായാമം ചെയ്യുന്നത് ഇതുപോലുള്ള ഹൃദയ ആരോഗ്യത്തിനും തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. ക്രമമായിട്ടുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഈ രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ആരോഗ്യകരമായ ഭാരം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രോക്ക് എന്നുള്ളൊരു പ്രശ്നം വരാതിരിക്കാൻ നല്ലതാണ്. അതിൽ സൈക്ലിങ്, യോഗ തുടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ കഴിയുന്നത് ആ രീതിയിൽ നമ്മുടെ ബോഡിയെ ആക്റ്റീവ് ആക്കി വെക്കുക എന്നുള്ളതാണ്. ഇതിലൂടെ തന്നെ ഓക്സിജൻ സപ്ലൈ നന്നായിട്ട് നടക്കുകയും രക്തചംക്രമണം നന്നായിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഓർഗൻസ് എല്ലാം ഹെൽത്തി ആയിട്ട് ഇരുത്താനും കോശങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരുത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ആയുർവേദത്തിൽ ഒരെണ്ണം പറയുന്നുണ്ട്, അഭ്യംഗം എന്നുള്ളത്. അതിൽ എണ്ണ തേച്ചു കുളി എന്നുള്ളത്. ഇത് വാതദോഷത്തെ കുറയ്ക്കുന്നത് കൊണ്ടും ഇതുപോലുള്ള നമ്മുടെ ശരീരത്തിലുള്ള രക്തചംക്രമണം കൂട്ടുന്നത് കൊണ്ടും പിന്നെ സ്ട്രെസ് ഒരു പ്രധാന വില്ലരാണ് സ്ട്രോക്കിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ കൂടാനുള്ള ഒരു പ്രധാന കാരണം കൂടിയാണ്. അപ്പോൾ ഇത് കുറയ്ക്കാൻ സഹായിക്കുന്നത് കൊണ്ടൊക്കെ ദിവസത്തിൽ ഈ എണ്ണ തേച്ചു കുളി ബോഡിയിൽ കൊടുക്കുന്ന മൈൽഡ് പ്രഷറും ഇതൊക്കെ സർക്കുലേഷൻ കൂട്ടുന്നത് കൊണ്ട് ഏറെ നല്ലതാണ് ഹൃദയ ആരോഗ്യത്തിനായാലും പോലും. അഭ്യംഗം നിത്യം ചികിത്സിതം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇതിലായാലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആ ഒരു ഇളം ചൂടിൽ ശരീരത്തിന് ഒരു നേരിയ ചൂട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നേർത്ത ചൂടിൽ നമ്മൾക്ക് ക്ഷീരബലയോ ധാന്വന്തരം തുടങ്ങിയതോ അല്ലെങ്കിൽ എള്ളെണ്ണയോ ഒക്കെ തന്നെ ദേഹത്ത് നന്നായിട്ട് പുരട്ടി ഒരു 10 മിനിറ്റ് മസാജൊക്കെ കൊടുത്തിട്ട് കുളിക്കുന്നത് ഏറെ നല്ലതാണ്. വളരെ ഒരു ദിവസത്തെ ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം ചിട്ടപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എഴുന്നേറ്റാൽ ഉടനെ ഒരു ഇളം ചൂടുള്ള വെള്ളം ഒരു ഗ്ലാസ് കുടിക്കുന്നത് നമ്മുടെ ഇത്തരം ടോക്സിൻസിനെയൊക്കെ പുറന്തള്ളാൻ സഹായിക്കുന്നത് കൊണ്ട് നല്ലതാണ്. ഇത്തരം സ്ട്രോക്കിന് പ്രതിരോധിക്കാൻ നമ്മൾ ശീലിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിന് വേണ്ടിയിട്ട് ഇത് ചെയ്താൽ നിങ്ങൾക്ക് സ്ട്രോക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതുപോലുള്ള ഇത്തരം ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റിക്കഴിഞ്ഞാലേ ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അതുവഴി വരുന്ന ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് തടുക്കാൻ പറ്റുകയുള്ളൂ. അതിനാണ് ഇത് ഒന്ന് ഡീടോക്സ് ചെയ്യുന്നത് ബോഡിയെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള അഭ്യംഗമായാലും നസ്യമായാലും നമ്മുടെ തലച്ചോറിലേക്കുള്ള ഞരമ്പുകളെയൊക്കെ തന്നെ നല്ല നറിഷ് ചെയ്ത് നിർത്താനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇത്തരം ബ്ലോക്കുകളൊന്നും വരാതിരിക്കാനൊക്കെ അത് സഹായിക്കും. ഇനി ഭക്ഷണം
കൃത്യ ഇടവേളകളിൽ കഴിക്കാനും നമ്മുടെ മെറ്റബോളിസം ഓക്കെ ആക്കി വെക്കുന്ന രീതിയിൽ കൃത്യമായ ഇടവേളകളിൽ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. വളരെ കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കുക. രാത്രി 7:30 ആകുമ്പോഴെങ്കിലും നമ്മുടെ അത്താഴം തീർന്നിരിക്കണം. ആ രീതിയിലൊക്കെ തന്നെ നമ്മുടെ ഒരു റൊട്ടീൻ ക്രമപ്പെടുത്തിയെടുക്കുക. നന്നായിട്ടുള്ള ഉറക്കം അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുന്നത്, കഴിക്കുന്ന ആഹാരം സമീകൃതമായിട്ട് കഴിക്കുന്നതാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നല്ല ഉറക്കം കിട്ടാൻ ഗോൾഡൻ മിൽക്കോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളവും പാലും കൂടെ മിക്സ് ചെയ്തതിൽ അല്പം ബ്രഹ്മി പൗഡർ ചേർത്തിട്ടോ ഭക്ഷണം, അതായത് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് 1 മണിക്കൂർ മുൻപൊക്കെ കഴിക്കുന്നതും ഇതുപോലെ നല്ല ഉറക്കം കിട്ടാനും ഇതുപോലെ സ്ട്രെസ് ഹോർമോണിനെ കുറയ്ക്കാനും സഹായിക്കും. ബ്രീത്തിങ് എക്സസൈസുകൾ ശീലമാക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു നല്ല പ്രതിവിധി കൂടിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള മാരകമായിട്ടുള്ള ഒരു അവസ്ഥയിലൊന്നും എത്തിപ്പെടാതിരിക്കാൻ നമുക്ക് ബോഡിയെ സജ്ജമാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.